സന്ദീപ് വാര്യരുടെ ആരോപണങ്ങൾ മറുപടി പറഞ്ഞോളൂ, ഒപ്പം ലിജു പറഞ്ഞതിന് പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് വരുന്നത് ആന്ധ്രയിലെ ലേപ്പാക്ഷി വീരഭദ്ര ക്ഷേത്രത്തിൽ നിന്നാണ്. രാമനാണ് അവിടെ പ്രതിഷ്ഠ, അതും പ്രത്യേകതയുള്ള രാമനാണ്. അതാ ഇവിടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം, അതിനുശേഷം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു, അവിടെയും രാമനാണ് പ്രതിഷ്ഠ. അയോധ്യ രാമക്ഷേത്രം 22-ാം തീയതി അവിടുത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ്, അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്രം മുൻനിർത്തിയാണ് അവരുടെ പ്രചരണം എന്ന കാര്യം വ്യക്തമാണ്. അപ്പം രാജ്യമൊട്ടാകെ ആ ക്ഷേത്ര സന്ദർശനം രാമൻ എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്ന ഒരു മൊമെൻറ്റം ഇങ്ങനെ നിലനിർത്തുകയാണ്. ഇപ്പോൾ KS ചിത്ര അവരുടെ പാട്ട് മാത്രം നോക്കിയാൽ മതി, അതിനോടാണ് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നത്. ഇപ്പോൾ KS ചിത്ര പറയുകയാണ് അയോധ്യയിലേക്ക് അതിന് ആശംസകൾ അറിയിക്കുകയാണ്. ദിലീപിനും കാവ്യമാധവനും അക്ഷതം കൊടുക്കുന്നു, നാടൊട്ടുക്ക് അക്ഷതങ്ങൾ വിതരണം ചെയ്യുന്നു, അത് പലരും ഫേസ്ബുക്കിലിടുന്നു. അങ്ങനെ ഒരു മൊമെൻറ്റത്തിലേക്ക് എത്തിക്കുന്നതിൽ BJP വിജയിക്കുന്നില്ല എന്ന് ജയിക്കിന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയം ഇന്ത്യയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അങ്ങ് സൂചിപ്പിച്ച ഉദാഹരണങ്ങൾ, അത് ആന്ധ്രയിലാവട്ടെ, തൃശ്ശൂരാവട്ടെ, UP-യിലാവട്ടെ, വാരണസിയിലാവട്ടെ, ഇവിടെയുമാകട്ടെ, മതാത്മക രാഷ്ട്രീയത്തിൻ്റെ സംഘപരിവാർ പരീക്ഷണങ്ങളുടെ തുടർച്ചയാണ്. അതിൽ നിന്ന് മുക്തമല്ല ഇപ്പോഴത്തെ സന്ദർശനവും മറ്റ് സമീപനങ്ങളും ഒക്കെ. അത് കൂടുതൽ ശക്തിയോടുകൂടെ തുടരും. അതുകൊണ്ടാണല്ലോ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടാത്ത ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാപന ചടങ്ങ് മത്സരാടിസ്ഥാനത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓടിക്കൊണ്ട് നടത്തുന്നതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ യാഥാർത്ഥ്യവും നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഇരിക്കട്ടെ, പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദരണീയനായ BJP-യുടെ പ്രതിനിധി അദ്ദേഹം ഇന്ത്യൻ ഇടതുപക്ഷത്തെ, സവിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM-നെ അപഹസിക്കുവാൻ അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗം, ഞങ്ങൾ കാത്തിരുന്നു, ജനാധിപത്യത്തിൻ്റെ വസന്തോത്സവം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് ഓറിയന്റഡ് മാത്രമായിരുന്നില്ല ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം, ഞങ്ങൾ അല്ലാത്ത നിലയിൽ വലിയ പ്രവർത്തനം നടത്തി കാത്തിരുന്നതിൻ്റെ ഫലമാണ് ഇന്ത്യയിൽ BJP-ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. ഇരിക്കട്ടെ, ബാബറി മസ്ജിദ് ധ്വംസനവും, ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയുടെ പ്രതികരണം വന്നല്ലോ, ബാബറി മസ്ജിദ് ധ്വംസനവും അതിൻ്റെ മുമ്പിൽ നിശബ്ദനായി നിർനിമേഷനായി ബാബറിയുടെ മിനാരങ്ങൾ തകർത്തെറിയപ്പെടവേ 17 ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന കോൺഗ്രസിന്റെ നേതാവ് എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിച്ച വിസ്തൃതനായ ഒരു മാധ്യമ പ്രവർത്തകരുണ്ട്. കോൺഗ്രസ് പ്രതിനിധി സൗകര്യം കിട്ടപ്പോൾ ആ ചരിത്ര പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. അതിൽ കോൺഗ്രസ്സുകാരനായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഞാൻ എൻ്റെ പൂജാമുറിയിൽ മൗനവ്രതത്തിലായിരുന്നു. ഏത് RSSന്റെ പ്രചാരകർ ദേശമെമ്പാടും ആയുധങ്ങൾ സമാഹരിച്ച് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മഹാമിനാരങ്ങൾ ശിരസുയർത്തിയ ബാബറി തകർത്തുകൊണ്ടിരുന്നപ്പോൾ 17 ഭാഷയറിയാവുന്ന ബഹുഭാഷാ പണ്ഡിതന്റെ മറുപടിയാ ഞാൻ മൗനവ്രതത്തിലായിരുന്നു, പൂജാമുറിയിലായിരുന്നു. കോൺഗ്രസ് നൽകിയ മൗനാനുവാദത്തിന്റെ വിലയാണ് ഇന്ന് ഇന്ത്യ RSSന്റെ കയ്യിലിരിക്കുന്നത്. അതാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ മറ്റ് ചരിത്രയുക്തിയിലേക്ക് പോകുന്നില്ല. അപ്പൊ BJP പ്രതിനിധി എന്നിട്ട് പറയുന്നത് എന്താണ്? CPM എവിടെയും ഇല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്നിടത്തൊക്കെയും ഞങ്ങൾ പോവാറുള്ളൂ, ഞങ്ങൾ എത്തി നോക്കാറുള്ളൂ എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം അങ്ങയുടെ സഹയാത്രികനും അങ്ങയുടെ സഹപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ഈ യൂണിയൻ മന്ത്രിസഭയിലെ നമ്മുടെ ഒരു സഹമന്ത്രി ഉണ്ടല്ലോ, കേരളത്തിന്റെ വികസന വകുപ്പ് മന്ത്രി, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇതേ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ അനുവദിച്ച ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, കോൺഗ്രസും BJP-യും ഒക്കെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജനങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ബാഗ് ചെയ്യാൻ കഴിയുന്ന വോട്ടുകളൊക്കെ കീശയിലാക്കി പോരുന്ന ആളുകളാണ്. അതുപോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുപോലെയല്ല CPIM. അവർ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ശേഷിയും അനുസരിച്ച് ആനുപാതികമായ നിലയിൽ അവർ എല്ലായിടത്തും പ്രവർത്തിക്കും. ഒരു ബൂത്ത് പ്രദേശത്ത്, വാർഡ് പ്രദേശത്ത് ജനങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. വടക്കേ മലബാറിൽ നിങ്ങളുടെ നേതാവായ നമ്മുടെ യൂണിയൻ മന്ത്രിസഭയുടെ സഹമന്ത്രി പറയുന്നുണ്ട്, ഒരു മരണ വീട്ടിൽ, ഒരു കല്യാണ വീട്ടിൽ, ജീവിതത്തിന്റെ മറ്റു പ്രയാസങ്ങളിൽ ആദ്യം ഓടിച്ചില്ലുക CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കും. എന്റെ അഭിപ്രായമല്ല കേട്ടോ, അങ്ങയുടെ നേതാവായ നമ്മുടെ കേരളത്തിന്റെ വികസന മുടക്ക് വകുപ്പിന്റെ മന്ത്രി അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ സമയം കിട്ടുമ്പോൾ അതൊക്കെ കൂടെ എടുത്ത് പരിശോധിച്ചാൽ മതി. CPM-ന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് BJP നേതാവിന്റെ അഭിപ്രായം എന്നത് അങ്ങേക്ക് മനസ്സിലാകും. പിന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയെ ഭരിക്കാം എന്ന് ദിവാസ്വപ്നം കണ്ട് ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്താമെന്ന് കണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയൊന്നുമല്ല. അങ്ങേക്ക് മനസ്സിലാകുക, കേരളത്തെ വിടാം, കേരളം ഞങ്ങൾക്കൊരു സ്വാധീന കേന്ദ്രമാണല്ലോ. പക്ഷെ അങ്ങെന്താണ് വിശേഷിപ്പിച്ചത്? ബ്രിഗേഡ് മൈതാനത്ത് 5000 പേരോ? ബ്രിഗേഡ് മൈതാനത്ത് 5000 പേരെയായിട്ട് പോയാൽ ഒരു മൂലയിൽ ഒരു ചിത്രത്തിൽ പോലും ഇടം പിടിക്കാൻ കഴിയില്ല. അങ്ങേക്ക് ബോധപൂർവം അറിയാത്തതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പെട്ട മൈതാനങ്ങളിൽ ഒന്നാണ് ബ്രിഗേഡ് മൈതാനം. അവിടെ 5000 പേരുമായി പോയിരുന്നാൽ RSSന്റെ ഒരു ശാഖ കൂടുന്നത് പോലെ ആയിരിക്കും, അത്ര വലിപ്പമേ ഉണ്ടായിരിക്കുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ മാത്രം നിറയ്ക്കാൻ കഴിയുന്നതാണ് ബ്രിഗേഡ് മൈതാനം. അതിപ്പോഴും പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന് DYFI കൊണ്ടുവരുന്നത് ലോകമെമ്പാടും മാധ്യമങ്ങൾ കണ്ടു. തലയിൽ ആൾതാമസമില്ലാത്ത ചെലവന്മാരൊഴികെ ലോകമെമ്പാടുമുള്ള ആളുകൾ കണ്ടു. 5000 അല്ല 5 ലക്ഷത്തിന് മേൽ ആളുകൾ പങ്കെടുത്തു
കൊടുത്തു എന്ന് തലയിൽ ആൾതാമസമുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങ് മനസ്സിലാക്ക്, ജമ്മു ആൻഡ് കാശ്മീരിൽ ഞങ്ങൾക്കൊരു ഒറ്റ MLA ഉണ്ടായിരുന്നുള്ളൂ, പേര് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നുള്ളതാണ്. ആസിഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ ദേവാലയത്തിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച് കൊന്നുകളയാൻ ശ്രമിച്ചതിന്റെ അനുഭവം കാശ്മീരിന്റെ നിയമസഭയിൽ ആദ്യം ലോകത്തോട് വിളിച്ചു പറയാൻ തയ്യാറായത് CPIMന്റെ പാർട്ടി അംഗമായ മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ്. അങ്ങ് സൗകര്യം കിട്ടപ്പോൾ ഓർമ്മിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് മൃഗീയാധിപത്യമുള്ള, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ അപൂർവം സീറ്റുകളുള്ള യുപിയിൽ സമീപത്ത് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. 7 ജില്ലകളിൽ സമ്പൂർണ്ണമായി വൈദ്യുതി വിതരണം സ്വകാര്യ മുതലാളിമാർക്ക് ഏൽപ്പിച്ചു. 100 കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തു. അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവിടെ സമരം നടന്നത്. ആ സമരത്തിന്റെ നേതൃപദവി അലങ്കരിച്ച ആളുടെ പേര് മുകുത് സിംഗ് എന്നാണ്. അവിടുത്തെ കിസാൻ സഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പഞ്ചായത്ത് അംഗം പോലും അല്ല കേട്ടോ. പക്ഷേ എന്താണ്, നിങ്ങൾ 7 ജില്ലകളിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം സ്വകാര്യ മുതലാളിമാർക്ക് വിട്ടുകൊടുത്തപ്പോൾ കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ ആ സമരം ഉയർത്തിക്കൊണ്ട് ഇപ്പോ ഏറ്റെടുത്ത് സമരം വിജയിപ്പിച്ച യുപിയിലെ ഞങ്ങളുടെ നേതാവിന്റെ പേരാ പറഞ്ഞത്. തമിഴ്നാട്ടിൽ, അതേപോലെ രാജസ്ഥാനിൽ നിങ്ങൾ കണ്ടില്ലേ? രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്ത് ഏറ്റവും അതിശക്തമായ കർഷക സമരം ഉയർത്തിയ പ്രസ്ഥാനം ഏതാണ്? കോൺഗ്രസ് ആണോ? അല്ലല്ലോ, ഇടതുപക്ഷമായിരുന്നില്ലേ? അമ്രാറാം രാജസ്ഥാനിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകർക്ക് സുപരിചിതനായ നേതാവാണ്. നിയമസഭയിലും പാർലമെന്റിലും ഒന്നും അംഗമല്ല, പക്ഷെ അവിടുത്തെ സാധാരണക്കാർക്ക് അദ്ദേഹത്തെ അറിയാം. അങ്ങ് സമീപത്ത് തമിഴ്നാട്ടിൽ കണ്ടില്ലേ? സാധാരണക്കാർക്ക്, നിസ്വരായ മനുഷ്യന്മാർക്ക് നടക്കാൻ അവകാശമില്ലാത്ത സ്ഥലം, അങ്ങോട്ടേക്ക് CPIMന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും വഴി നടക്കാൻ സമരം നടക്കുന്നത്. നമുക്കേറെ അകലെയല്ല നീലഗിരിയിൽ 600 കുടുംബങ്ങൾക്കാണ് സമീപത്ത് ഭൂമി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരത്തിന് CPI മുമ്പിൽ നിന്നത്. മഹാരാഷ്ട്രയിൽ പട്ടികവർഗ വിഭാഗത്തിൽ ഞങ്ങൾക്കൊരു ഒറ്റ MLA ഉള്ളത്, വിനോദ് നിക്കോളെ. ഇത് ഹിന്ദു എന്ന് വാർത്ത എഴുതി മാരിയറ്റിലും അതേപോലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും BJPയും കോൺഗ്രസും MLA-മാരെ വിലക്കെടുത്ത് താമസിച്ചപ്പോ സൈക്കിളിൽ നടന്ന് തന്റെ ജീവിത പങ്കാളിയെ അങ്കനവാടിയിൽ കൊണ്ട് ഇറക്കിയിട്ട് നാസിക്കിലെ കൃഷി ഓഫീസിന്റെ ഉപരോധത്തിന് പോകുന്ന 600 കോടി രൂപയാണ് അമിത്ഷാ അന്നൊരു MLA-ക്ക് വില കിട്ടത്. 600 കോടിക്ക് രോമത്തിൽ തൊടാൻ കഴിയില്ല എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഇത് ഇന്ന് വാർത്ത എഴുതിയത്. MLA-യുടെ പേര് ഏതാണെന്നറിയുമോ? വിനോദ് നിക്കോളെ. പാർട്ടി ഏതാണെന്നറിയുമോ? CPIM. ഞാൻ ഈ ഉദാഹരണം ഇങ്ങനെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. ഞങ്ങൾ ആരും പഞ്ചായത്ത് മെമ്പറോ പാർലമെന്റോ ലക്ഷ്യം കണ്ട് മുമ്പോട്ടേക്ക് വന്നവരല്ല.